ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ മഴ നിയമപ്രകാരം 7 വിക്കറ്റിന് ഏറ്റ കനത്ത തോൽവിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഈ തോൽവിക്ക് തൊട്ടു പിന്നാലെ മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായിട്ടുള്ള കെ ശ്രീകാന്ത് ടീം 11 സെലക്ടറിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മഴയെ തുടർന്ന് 26 ഓവറുകളായി മത്സരം വെട്ടിച്ചുരുക്കിയപ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 136 റൺസ് മാത്രമാണ് നേടാനായത്. ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം 131 റൺസ് വിജയലക്ഷ്യം ഓസ്ട്രേലിയ അനായാസത്തോടെ മറികടക്കുകയും ചെയ്തു. ബാറ്റിംഗ് നിരയുടെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് ഇന്ത്യയെ വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടത്. ഈ പരാജയം വരാനിരിക്കുന്ന നിർണായക പരമ്പരകളുടെ പശ്ചാത്തലത്തിൽ ടീമിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. കെ ശ്രീകാന്തിന്റെ വിമർശനത്തിന്റെ കേന്ദ്രബിന്ദു പെർത്ത് ഏകദിനത്തിൽ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള KL രാഹുലിനെ 6ാം നമ്പറിലേക്ക് മാറ്റിയ ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തിലാണ്. ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ ഈ അഴിച്ചുപണി വലിയ അബദ്ധമാണെന്ന് ശ്രീകാന്ത് തുറന്നടിച്ചത്. ടീമിന്റെ ഏറ്റവും മികച്ച ക്ലാസിക് ബാറ്റർമാരിൽ ഒരാളാണ് KL രാഹുൽ. അത് സമ്മർദ്ദഘട്ടത്തിലാണെങ്കിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനെ കൂടുതൽ പന്തുകൾ നേരിടേണ്ടത് അത്യാവശ്യവുമാണ്. ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള രാഹുലാണ് കൂടുതൽ ബോളുകൾ കളിക്കേണ്ടി വരുന്നത്. അതിനാൽ നേരത്തെ ക്രീസിലേക്ക് അദ്ദേഹത്തെ അയക്കേണ്ടതും ആവശ്യമാണ്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്, ടോപ്പ് ഓർഡറിൽ സ്ഥിരമായി കളിക്കുന്ന ഒരു താരത്തെ മധ്യനിരയിലേക്ക് മാറ്റിയത് തന്ത്രപരമായിട്ടുള്ള ഒരു പിഴവാണോ എന്ന ചോദ്യവും പ്രസക്തമാണ്. KL രാഹുലിനെ താഴെ ഇറക്കി പകരം ഓൾറൗണ്ടർമാരായിട്ടുള്ള അക്ഷർ പട്ടേലിനെ പോലുള്ള താരങ്ങളെ നേരത്തെ ക്രീസിലേക്ക് അയച്ചതിനെ ശ്രീകാന്ത് അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിച്ച് മുന്നോട്ട് പോകുന്നത്. ടീം മാനേജ്മെന്റിന്റെ തീരുമാനം വലിയൊരു അബദ്ധമാണെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട്. അക്ഷർ പട്ടേലിനെ എല്ലാം ആരെങ്കിലും രാഹുലിനേക്കാൾ നേരത്തെ ക്രീസിലേക്ക് അയക്കുമോ? ഇത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ് ശ്രീകാന്ത് ആഞ്ഞടിച്ച് പറയുകയും ചെയ്തു. രാഹുലിന്റെ ബാറ്റിംഗ് നിലവാരത്തെ എടുത്തു പറഞ്ഞ അദ്ദേഹം രാഹുലിനെ വേറെ ലെവൽ ബാറ്ററാണെന്നും 4, 5, 6 തുടങ്ങി ഏത് റോൾ നൽകിയാലും അവിടെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരമാണെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അക്ഷർ പട്ടേൽ നന്നായി കളിക്കില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് ബാറ്ററായിട്ടുള്ള രാഹുലിനെ താഴെ ഇറക്കുന്നതിനോട് ഒരിക്കലും യോജിക്കില്ലെന്ന് ശ്രീകാന്ത് തന്റെ നിലപാടിലൂടെ ശക്തമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ കൂട്ടത്തകർച്ചയാണ് തോൽവിയുടെ പ്രധാനപ്പെട്ട കാരണം. 26 ഓവറുകൾ മാത്രമുള്ള ഒരു മത്സരത്തിൽ ഓരോ ബാറ്ററും അതിവേഗം റൺസ് കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇന്ത്യ ടോപ്പ് ഓർഡർ ഓസ്ട്രേലിയൻ പേസ് ആക്രമണത്തിന് മുന്നിൽ പതറിപ്പോവുകയായിരുന്നു. ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങൾ ടോപ്പ് ഓർഡറിൽ സമ്മർദ്ദം നൽകുകയും ചെയ്തു. KL രാഹുൽ പോലുള്ള താരത്തെ അവസാന ഓവറുകളിലേക്ക് മാറ്റിയത് ആദ്യ ഓവറുകളിൽ കൂടുതൽ റൺസ് നേടാനുള്ള അവസരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. കുറഞ്ഞ ഓവറുകളുള്ള മത്സരത്തിൽ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ കൂടുതൽ പന്തുകൾ നേരിട്ട് ടോട്ടൽ ഉറപ്പാക്കേണ്ടതുണ്ട്. KL രാഹുൽ സമീപകാലത്ത് ഇന്ത്യൻ ടീമിനായി വിവിധ റോളുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ മധ്യനിരയിൽ അദ്ദേഹം ടീമിന് സ്ഥിരത നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ആദ്യ ഏകദിനത്തിൽ അദ്ദേഹത്തെ 6ാം നമ്പറിലേക്ക് മാറ്റിയതിന്റെ കാരണം ടീം മാനേജ്മെന്റ് തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് അവസരം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ മാറ്റമെന്നും അതോ അക്ഷർ പട്ടേലിനെ ഓൾറൗണ്ട് മികവിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താനായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. രാഹുലിനെ പോലെ ഒരു സ്ഥിരതയുള്ള ഒരു കളിക്കാരനെ ബാറ്റിംഗ് ഓർഡറിൽ താഴെ ഇറക്കുന്നത് മറ്റ് ബാറ്റ്സ്മാൻമാർക്ക് മേൽ അധികമായിട്ടുള്ള സമ്മർദ്ദത്തെ ചെലുത്താനും സാധ്യതയുണ്ട്. വലിയ ടൂർണമെന്റുകൾക്ക് മുന്നോടിയായി ടീം കോമ്പിനേഷനുകളിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് സാധാരണമാണ്. ഈ മാറ്റങ്ങൾ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ ടീമിനെ സജ്ജമാക്കാനാണ്. രാഹുലിനെ 6ാം നമ്പറിലേക്ക് മാറ്റിയതും അക്ഷർ പട്ടേലിനെ നേരത്തെ ക്രീസിലേക്ക് അയച്ചതും ഒരുപക്ഷെ ടീം മാനേജ്മെന്റിന്റെ ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നീക്കമായിരിക്കാം. എന്നാൽ കുറഞ്ഞ ഓവറുകളുള്ള ഒരു നിർണായകമായിട്ടുള്ള മത്സരത്തിൽ ഇത്തരമൊരു പരീക്ഷണം നടത്തിയത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഓവറുകൾ കുറയുമ്പോൾ ടീമിന്റെ ഏറ്റവും മികച്ച താരങ്ങളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതാണ് ക്രിക്കറ്റിലെ പൊതുവായിട്ടുള്ള ഒരു തന്ത്രം. ഇവിടെ മാനേജ്മെന്റിന് ആ തന്ത്രം പിഴയ്ക്കുകയായിരുന്നു.